നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോൾ റോഡിൽ. ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാലാണ് നല്ലതെന്നൊക്കെയാണ് കേൾക്കണത്. പക്ഷേ നമ്മളിപ്പോൾ കുഞ്ഞുള്ള കാരണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവളുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാവിലെ വന്ന് ഇവിടെ കറങ്ങി ജാക്കു ടെമ്പിൾ ഉണ്ട് ഇവിടെ, അവിടേക്ക് ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാമെന്ന്. അപ്പോൾ വരുന്നുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് മോൾ റോഡിൽ. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ സൗണ്ടും ബഹളമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ മൈക്കില്ലാണ്ട് സംസാരിക്കുമ്പോൾ അറിയില്ല, നോക്കി നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ വോയിസ് ഓവർ കൊടുക്കാം അല്ലേ? നമ്മൾ എന്താ വാങ്ങിയേ? വീട്ടിൽ തൊപ്പി ഉണ്ടായിട്ട്, അതായത് റൂമിൽ തൊപ്പി ഉണ്ടായിട്ട് നമ്മൾ ഇവിടെ വന്ന് തൊപ്പി വാങ്ങി അല്ലേ? അതല്ലേലും മാർക്കറ്റിന്റെ ഒരു ടെക്നിക്ക് അങ്ങനെയാണ്. ഇതവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാ, നല്ല ക്യൂട്ടായിട്ടുള്ള 2 പോമറേനിയൻ ഡോഗ്സ്. ഇവരെ സൈസ് വളരെ കുഞ്ഞാണ്. പൂര ഊപ്പർ തക് ചടായി ഹൈ. അയ്യോ, റോപ്പ് വേ കയറാൻ വേണ്ടി നമ്മൾ പോവാണ്. സ്റ്റെപ്പ് കയറി കയറി ഒരു പരിവാവുന്നാ തോന്നണേ. ആദ്യം കുറച്ച് സ്റ്റെപ്പ് കയറട്ടെ. കൊറോണയ്ക്ക് ശേഷം ഭയങ്കര സ്റ്റെപ്പൊന്നും അധികം കയറാൻ പറ്റണില്ല. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. That red one जो खिला हुआ देखो, इसको दिखाओ. ഹായ്, നല്ല ഭംഗിയുള്ളൊരു പൂവ്. ഇനിയും മുകളിലേക്ക് കയറണത്ര, വേറെ വഴിയൊന്നും ഇല്ലേവോ? നല്ല നല്ല കയറ്റാണ്. കയറി കയറി പോവാണ്. വളരെ നീറ്റാണ് ഈ ഏരിയ മൊത്തം. പിന്നെ നല്ല ഭംഗിയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇതുവരത്തെ കയറ്റം വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത് വെറും ഇങ്ങനെ റോഡ് മാത്രമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പമായിരുന്നു. ഇങ്ങനെ കുറുക്കി 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 പഹാടല്ലേ, പഹാട് വെട്ടി വെട്ടി ഇങ്ങനെ കറക്കി കറക്കി ഉണ്ടാക്കിയിരിക്കുക. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക്. നമുക്ക് എത്തേണ്ട ജാക്കു റോപ്പ് വേയിലേക്ക്. അധികം ഡിസ്റ്റൻസ് ഇല്ല റോപ്പ് വേയിലേക്ക്, പക്ഷെ കയറ്റം ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോ കയറ്റം? പക്ഷേ അഖിലിനെ ലൈറ്റായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് കുറച്ച് നല്ല ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. ബട്ട് ഓവറോൾ എക്സ്പീരിയൻസ് വാസ് ഗുഡ് ആൻഡ് നൈസ്. പിന്നെ റോപ്പേൻ്റെ എൻട്രൻസിലെത്തി. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്ത് ഇതിന് ക്യൂ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് വെച്ചിട്ട് നമ്പർ എഴുതി. നമ്പർ 10th നമ്പറാണ് കിട്ടിയത്. 10th നമ്പർ പറഞ്ഞാൽ ഒരു ദിനം തന്നെ 6 മിനിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു 40-45 മിനിറ്റ് വെയിറ്റിംഗ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയണതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ ഭയങ്കര നോയ്സാണ്. കയറാനായോ? കയറിക്കോ. കണ്ടോ, പോകുന്നുണ്ടോ? ഹായ് പറ കുഞ്ഞുണ്ണി.
പറയൂ. കേരളവാ പക്കത്തിലെ തമിഴ്നാട്. చిన్నగా తెలియదు. எங்க லோக்கலா? சரி ஓகே சரி சரி ஓகே ஓகே. ഇത് ഹനുമാൻജിയുടെ ഇവിടുത്തെ ഏറ്റവും വലിയ മൂർത്തി. ഇതാണ് നമ്മൾ താഴെ നിൽക്കുമ്പോൾ നമുക്ക് കാണുന്ന മൂർത്തി, കാണുന്ന സ്റ്റാച്യു. മന്ദിർ വിസിറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ചർച്ചിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കയറിയ കയറ്റം ഫുൾ ഇറങ്ങണം. ചർച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. കാണാൻ നല്ല ഭംഗിയാണ്. മലയും വീടുകളും, ഇവിടുത്തെ വീടൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് കിടക്കുന്ന. അങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ ഏതൊരു സൈഡ് എത്തിയിട്ടുണ്ട്. കാറ്റിന് നല്ല തണുപ്പുണ്ട്, അത് കാരണം വെയിലിൻ്റെ കാഠിന്യം അറിയുന്നില്ല. ഇന്നത്തെ ഡിന്നർ വന്നിരിക്കുകയാണ് ഗൈസ്. ഡിന്നറിൽ ഇതൊക്കെയാണ്. അങ്ങനെ ഈ ഡിന്നറോട് കൂടി 2 days ട്രിപ്പ് കഴിഞ്ഞിരിക്കുക. ഇനി കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, റെഡിയാവുക, ബാക്ക് ടു പഞ്ചാബ്. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല മനോഹരമായൊരു സ്ഥലമാണ് ഷിംല. സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ സന്ദർഭം ഒത്തു വരുമ്പോൾ എല്ലാവരും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം.